ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങൾക്ക് കല്യാണം കൂടാൻ മാത്രമല്ല പ്ലാന്, ആദ്യം നേരത്തെ കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് വേറെ ചില കലാപരിപാടികളും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ അമ്മായിമ്മയും 2 മരുമക്കളും അവരെ മക്കളും കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല ചടപ്പാട്ടോ കല്യാണത്തിനൊക്കെ പോകാൻ. പൊതുവേ ഒരു പോലെയാണല്ലോ. പക്ഷേ ഒഴിച്ചുകൂടാൻ പറ്റാത്തതിന് പിന്നെ നമ്മൾ പോകാതെ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ രാമനാട്ടിലെ ബൈപ്പാസ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചേളാരിയാണ്. അപ്പോൾ NH കയറിയാൽ പെട്ടെന്ന് അങ്ങ് എത്താം. ചേളാരിയിൽ നിന്ന് പിന്നെ യൂട്ടേൺ എടുത്ത് കഴിഞ്ഞാൽ സെഞ്ചുറി ഓഡിറ്റോറിയം എത്തും. അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് NH കയറിയപ്പോൾ തന്നെ ഭയങ്കര മഴ പെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ പതുക്കെ ശ്രദ്ധിച്ചു പോയി. എന്തായാലും ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങൾ 12 ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പം തന്നെ അവിടെ നല്ല റഷാട്ടോ. പാർക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആണ്. പിന്നെ വണ്ടിയൊക്കെ ഏതോ സ്ഥലത്ത് പോയി പാർക്ക് ചെയ്ത് നടന്ന് അവിടെ നിന്ന് പോരുക ചെയ്തത്, അതും ഈ മഴയത്ത്. അങ്ങനെ അവിടേക്ക് ചെന്നപ്പം ആദ്യം തന്നെ വാട്ടർ മെലൺ, അതേപോലെ അങ്ങനെ 3-4 ഐറ്റം വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇഷ്ടമുള്ളത് എടുത്ത് കുടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കയറിയപ്പം അവിടെ ചെക്കനൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ആൾക്കാർ അപ്പം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഒക്കെ കഴിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ മണവാട്ടീനൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആമിക്കുട്ടി. കുറച്ചൊരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുട്ടികൾക്കുള്ള ചെറിയ പാർക്കും കളിക്കാനുള്ള സൗകര്യങ്ങൾ, പൂളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട് തന്നെ. അപ്പം മഴ ഒന്ന് കുറഞ്ഞപ്പം കുട്ടികളെ ചെറുതായിട്ടൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറ്റി ഒന്ന് കറക്കിയൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക, എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അതിന് ഫുഡും കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് വേറെ ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവരെ കുറച്ച് നേരം ഇവിടെയൊക്കെ കളിപ്പിച്ച് അവിടെ അങ്ങേ സൈഡിലായിട്ട് പൂളുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടൊന്നും ശരിക്കും കാണാൻ പറ്റണമെന്നില്ല, അത്ര വലിയ സ്പേസ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. എൻ്റെ ആയിഷുവിൻ്റെ ചങ്ങാഴ്ച ഉണ്ട് കേട്ടോ. ഓളെ പഴയ മദ്രസ ഫ്രണ്ടാണ്. ഓളെ അമ്മായിൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെ എൻ്റെ ഫാദർ ഇൻ ലോൻ്റെ ഫ്രണ്ടിൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണം കൂടിയാണ്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം പുറത്തൊക്കെ കളിച്ചിരുന്ന് പിന്നെ ഉള്ളോട്ട് പോകുന്ന ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇസ്ലാമിക് ബൊഫേ ഉണ്ട്, മറ്റേതുണ്ട്. അപ്പോൾ ഈ ബൊഫേ പരിപാടിക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ നല്ല റിസ്ക്കാണ്. കാരണം നമുക്ക് പ്ലേറ്റ് ഒന്നും വെച്ച് കഴിക്കാൻ ഒന്നും സ്ഥലമില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും ഉള്ളതൊക്കെ കുറച്ച് കഴിച്ച് എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊന്നും ഫുഡ് ഇറങ്ങുക പോലും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് കൊടുത്ത് ഒരു വിശപ്പിനൊക്കെ കൊടുത്ത് അതും കഴിഞ്ഞ് കുറച്ച് അതിൽ ബാക്കി വന്നൊക്കെ കുറച്ചൊക്കെ തിന്ന് എല്ലാവരും. ഞങ്ങൾക്ക് വിചാരിച്ച പോലെ പ്ലേറ്റ് കുട്ടികളൊക്കെ വെച്ച് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഇതിൽ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ടേബിളൊന്നും ഇല്ലാതെ നല്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഡെസേർട്ടിൻ്റെ സെക്ഷൻ വേറെ തന്നെയാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ഐറ്റം ഡെസേർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു 4-5 ഐറ്റം ഉണ്ട് തോന്നുന്നു. പക്ഷേ പായസം കണ്ട് ഞാൻ, ബാക്കിയൊന്നും ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ പുറത്തിറങ്ങി മഴയൊന്ന് മാറിയണോ നോക്കി. കാരണം ഞങ്ങൾക്ക് കുറച്ചധികം നടന്നു പോയിട്ട് വേണം പാർക്കിങ്ങിലെത്താൻ. അവിടെ നിന്ന് വേണം വണ്ടി എടുത്തിട്ട് പോകാൻ. അങ്ങനെ എന്തായാലും മഴയൊന്ന് മാറിയപ്പോൾ ഞങ്ങളൊരു 100-110 ഹൈവേയിൽ കയറി അങ്ങ് വിട്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എവിടെ എത്തി, ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ.